ഹലോ എവരിവൺ, വെൽക്കം ടു ഓട്ടോടോക്സ് ആണ്. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം. അപ്പം മിനിമം ഒരു 100 ലൈക്കുകൾ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മുമ്പോട്ട് വീണ്ടും വീഡിയോസൊക്കെ ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ലൈക്ക് അടിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ T20 വേൾഡ് കപ്പിൻ്റെ സൂപ്പർ 8-ൻ്റെ ആദ്യത്തെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് 2 ഗ്രൂപ്പിൽ. അപ്പോൾ ഇന്നലെ പാകിസ്ഥാൻ വൈസ് ഇംഗ്ലണ്ട് മത്സരമൊക്കെ ഉണ്ട്. അപ്പോൾ പാകിസ്ഥാൻ വൈസ് ഇംഗ്ലണ്ട് മത്സരം കണ്ടപ്പോൾ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. അപ്പോൾ ഹാരി ബ്രൂക്ക് സെഞ്ചുറി അടിച്ചത് മാത്രമല്ല, ഹാരി ബ്രൂക്ക് എന്ന ക്യാപ്റ്റൻ ടീമിന് പെട്ടെന്നൊരു ഏർലി തന്നെ ഒരു ക്രൈസിസ് വന്നപ്പോൾ സ്വയം പ്രൊമോട്ട് ചെയ്തു. അതായത് പവർ പ്ലേയിൽ തന്നെ 3 വിക്കറ്റ് പോയപ്പോൾ പാകിസ്ഥാൻ ബോളേഴ്സൊക്കെ വൻ കോൺഫിഡൻസിൽ നിൽക്കുന്ന ടൈമിൽ സ്വയം പ്രൊമോട്ട് ചെയ്ത് കുറച്ചുകൂടി ബാറ്റിംഗ് ഓർഡറിൽ കയറി വന്നിട്ട് ആ ഇന്നിങ്സ് ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്യുന്നൊരു കാഴ്ച. സത്യം പറഞ്ഞാൽ വേൾഡ് കപ്പ് പോലത്തെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ നോക്കൗട്ട് പോലത്തെ അത്തരത്തിലുള്ള ഒരു റൗണ്ടിലൊക്കെ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം. അത് എടുക്കുന്ന പ്ലെയേഴ്സിനെ വേണം ശരിക്കും പറഞ്ഞ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ധോണിയൊക്കെ 2015 ഫൈനലിൽ കാണിച്ചൊക്കെ അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. അല്ലെങ്കിൽ വിരാട് കോഹ്ലിയൊക്കെ നമുക്ക് പല തവണ കാണിച്ചു എന്നുള്ളതൊക്കെ ആ ഒരു ഇതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ ഇത്രയും വലിയൊരു ലെജൻഡറി സ്റ്റാറ്റസ്, അല്ലെങ്കിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ റീസൺ അതാണ്. ഈ പ്ലെയേഴ്സൊക്കെ അതായത് റിസ്ക് എടുക്കുക, അല്ലെങ്കിൽ ആ ടീമിൻ്റെ മൊത്തം ഉത്തരവാദിത്വം, ആ ടീമിൻ്റെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് മുഴുവനായിട്ട് ഏറ്റെടുത്തിട്ട് ആ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇന്നലെ ഹാരി ബ്രൂക്ക് കാണിച്ചത് അത്തരത്തിലുള്ള കാര്യത്തിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമായിരുന്നു. അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇംഗ്ലണ്ട് സെമി ഉറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ന്യൂസിലാൻഡ് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു ടീം എന്തായാലും അവിടെ നിന്നും സെമി ഫൈനലിലോട്ട് എത്തും. ഇനി നമ്മുടെ ഇന്ത്യ ഉള്ള ഗ്രൂപ്പിലെ കേസ് എടുക്കാം. അതായത് ഇവിടെ ഓൾറെഡി സൗത്ത് ആഫ്രിക്ക നെറ്റ് റൺ റേറ്റ് 3+ ആണ്. വെസ്റ്റ് ഇൻഡീസിനായാലും പിന്നെ പറയണ്ടല്ലോ, അമ്മാതിരി അടിയാണ് അടിച്ചത് സിംബാബ്വെക്കെതിരെ. അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു ബ്രൂട്ടൽ ഹിറ്റിംഗ് ഉണ്ടല്ലോ, പവർ ഹിറ്റിംഗ് എന്ന് പറഞ്ഞാലും പോരാ. വെസ്റ്റ് ഇൻഡീസ് ആയതുകൊണ്ട് ബ്രൂട്ടൽ ഹിറ്റിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും. അവരാ ഒരു ബ്രൂട്ടൽ ഹിറ്റിംഗ്, അതും 6ഉം 7ഉം പൊസിഷനിൽ വരെ ഇറങ്ങുന്ന അമ്മാതിരി ഹിറ്റേഴ്സാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി സിംബാബ്വേനെ എടുത്തിട്ട് അലക്കിയപ്പോൾ നെറ്റ് റൺ റേറ്റ് റിസൾട്ട് വന്നപ്പോൾ നെറ്റ് റൺ റേറ്റ് 5+ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർ 2 ടീമിനും നെറ്റ് റൺ റേറ്റ് 3+, 5+ ആയിട്ട് നിൽക്കുന്നത്. ഇന്ത്യക്കാണെങ്കിൽ -3. എന്തായാലും ഇനി ഇന്ത്യക്ക് കയറണമെങ്കിൽ ഇന്ത്യ ജയിച്ചാൽ മാത്രം പോരാ. അടുത്ത മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസായിട്ട് തോൽക്കുകയാണെങ്കിൽ ഇന്ത്യ പുറത്താകുന്ന കാര്യം 99.9% കൺഫേം ആയിരിക്കും. അങ്ങനെ സംഭവിക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും ആ കളി ദക്ഷിണാഫ്രിക്ക തന്നെ ജയിക്കുമെന്ന് വിചാരിക്കാം. എങ്ങാനും തോറ്റു കഴിഞ്ഞാൽ അതിപ്പോഴത്തെ വെസ്റ്റ് ഇൻഡീസ് അത്യാവശ്യം പ്രശ്നമാണ് T20 ക്രിക്കറ്റിൽ. കാരണം അവരെ ബ്രൂട്ടൽ ഹിറ്റിംഗ് ആണ്, ബോളിംഗ് അത്യാവശ്യം അടിപൊളിയാണ്. അപ്പോൾ ഹെറ്റ്മെയറൊക്കെ നല്ല ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവരങ്ങനെ നിസാരക്കാരായിട്ട് തള്ളാൻ പറ്റില്ല. എന്തായാലും ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് തന്നെ എക്സ്പെക്ട് ചെയ്യാം. എങ്ങാനും വെസ്റ്റ് ഇൻഡീസ് വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യ പുറത്താവുന്ന കാര്യം തീരുമാനമായിരിക്കും. പിന്നെ സിംബാബ്വെ ദക്ഷിണാഫ്രിക്കനെയൊക്കെ അട്ടിമറിക്കണം. ഇപ്പോൾ സിംബാബ്വെ ഓസ്ട്രേലിയനൊക്കെ തോപ്പിച്ച ടീമാണ്. ഇനിയിപ്പോൾ ദക്ഷിണാഫ്രിക്കയെ തോപ്പിച്ച് കൂടാകില്ല. അതാണ് പറഞ്ഞത് 99.9% എന്ന് പറയുന്നത്. അപ്പോൾ 0.1% അപ്പോഴും ഇന്ത്യക്ക് ചാൻസ് ഉണ്ടായിരിക്കും. എന്തായാലും ഇന്ത്യ അടുത്ത 2 കളി ജയിക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് വെസ്റ്റ് ഇൻഡീസായിട്ട് കളിയുണ്ട് ഇന്ത്യക്ക്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടൂർണമെൻറ്റിന് മുന്നേ നമ്മൾ ഇത്രയും ഹൈപ്പിൽ വന്നിട്ടുള്ള ഒരു ഇന്ത്യൻ ടീം ഉണ്ടാവില്ല കേട്ടോ. ഒരു T20 വേൾഡ് കപ്പിനും ഇത്രത്തോളം കിരീട സാധ്യതയായിട്ട് ഒരിക്കലും ഇന്ത്യൻ ടീം വന്നിട്ടില്ല. അത് ഇന്ത്യയുടെ സ്ട്രെങ്ത് അത്രത്തോളം പീക്കാന്നുള്ളതും, നിലവിൽ ഇന്ത്യ ചലഞ്ച് ചെയ്യാനായിട്ട് വേൾഡ് ക്രിക്കറ്റിൽ മറ്റൊരു ടീമും ഇല്ല, ലിമിറ്റഡ് ക്രിക്കറ്റിൽ മറ്റൊരു ടീമും ഇല്ല, T20 ക്രിക്കറ്റിൽ മറ്റൊരു ടീമും ഇല്ല എന്നുള്ളതാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ള കാര്യം. ഏറ്റവും ബെസ്റ്റ് ബാറ്റർ, ഏറ്റവും ബെസ്റ്റ് ബോളർ, ഏറ്റവും ബെസ്റ്റ് സ്പിൻ ബോളർ, പേസ് ബോളർ, എല്ലാം കൊണ്ടും വളരെ ബാലൻസ്ഡ് ആയിട്ട് സ്ക്വാഡായിട്ട് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ 300+, ബോളിംഗ് ആണെങ്കിൽ 100 താഴെ എറിഞ്ഞിടും, അങ്ങനത്തെ ഒക്കെ പരിപാടികളായിട്ട് വന്ന ഇന്ത്യക്ക് അടിപതറിയതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു T20 ക്രിക്കറ്റിൻ്റെ പിച്ചസ് ഇന്ത്യക്ക് കുറച്ച് പ്രതികൂലമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. നോർമലി ബൈലാറ്ററൽ സീരീസുകളിലും IPLകളിലൊക്കെ വളരെ ഫ്ലാറ്റായിട്ടുള്ള വിക്കറ്റ് ഉണ്ടാക്കി റൺസ് അടിച്ച് കൂട്ടുന്ന രീതിയിലായിരുന്നില്ല ഇത്തവണത്തെ ഈ T20 ക്രിക്കറ്റിൻ്റെ പിച്ചിൻ്റെ ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത്. ക്യൂറേറ്റർമാർ വളരെ ബോളർമാർക്കും ബാറ്റർമാർക്കും ഒരുപോലെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന പിച്ചുകൾ ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യൻ ബാറ്റർമാർക്ക് കാര്യമായിട്ട് അങ്ങോട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, എസ്പെഷ്യലി ഇനീഷ്യൽ ഓവേഴ്സിൽ. അവിടെ തന്നെ ഇഷൻ കിഷൻ്റെ പെർഫോമൻസ് ഒക്കെ നമുക്ക് മാറ്റി നിർത്താമെങ്കിൽ പോലും പിന്നീട് സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ ആയാലും അഭിഷേക് ശർമ്മ ആയാലും ഇവർക്കൊന്നും കാര്യമായിട്ട് റൺസ് കണ്ടെത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആ ഒരു ബാറ്റിങ്ങിലെ ഒരു ഡൊമിനേഷൻ കാര്യമായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ അനാവശ്യമായുള്ള പരീക്ഷണങ്ങൾ, എന്ത് അഡ്വാൻറ്റേജ് ആണ് അക്സർ പട്ടേലിന് മുകളിൽ വാഷിംഗ്ടൺ സുന്ദറിനുള്ളതെന്ന് ചോദിച്ചപ്പോൾ കുറേ പേര് പറയുന്നത് കേട്ടു, ഓഫ് സ്പിന്നർ ആയതുകൊണ്ട് മറ്റ് ടീമുകളിലെ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സിനെതിരെ, അതായത് സൗത്ത് ആഫ്രിക്കയൊക്കെ ടോപ്പ് ഓർഡറിൽ കളിക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സ് ആണല്ലോ, അപ്പോൾ അത് ഓഫ് സ്പിന്നർ ആയതുകൊണ്ടാണ് പുള്ളിയെ കളിപ്പിച്ചതെന്നൊക്കെയായിരുന്നു. ഇന്ത്യയിൽ അതിലും കൂടെ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാരുണ്ട്. അതിനും കൂടെ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാരിൽ ഇന്ത്യക്കെതിരെയാണ് ലെഫ്റ്റ് ഹാൻഡ് ബോളറായിട്ടുള്ള കേശവ് മഹാരാജ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി എറിഞ്ഞത്. അപ്പോൾ അവർ ലെഫ്റ്റ് റൈറ്റ് നോക്കിയൊന്നുമില്ല, അവർ കേശവ് മഹാരാജിനെ കൊണ്ട് അവർക്ക് റിസൾട്ട് കിട്ടി.
അക്സർ പട്ടേലിനെ പോലത്തെ ഒരു പ്ലെയർ കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ തകർന്ന നിമിഷം അക്സർ പട്ടേലിനെ ഇറക്കി വിടുമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ അക്സർ പട്ടേൽ മുന്നേ കളിച്ചിട്ടുമുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ കൗണ്ടർ അറ്റാക്ക് ആണെങ്കിൽ കൗണ്ടർ അറ്റാക്ക്, അല്ലെങ്കിൽ ചുമ്മാ റണ്ണേ ബോൾ എടുത്തിട്ടാണെങ്കിലും പുള്ളി ഇന്നിങ്സിന് ഒരു ബേസ് ഉണ്ടാക്കി തന്നിട്ട് പോകുള്ളായിരുന്നു. ഒരിക്കലും ഇപ്പൊ തോറ്റേനെ, മേ ബി തോറ്റേനെ, പക്ഷെ ഇത്രത്തോളം വലിയൊരു തോൽവി ഇന്ത്യക്ക് അക്സർ പട്ടേൽ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാവില്ല എന്ന് തന്നെയായിരുന്നു എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. അക്സർ പട്ടേലിനെതിരെ മുമ്പും ഇത്തരത്തിലുള്ള അവഗണനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2023 BC നമ്മുടെ വേൾഡ് കപ്പ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അക്സർ പട്ടേലിനെ പോലെ ഒരു എക്സ്പീരിയൻസ് വളരെ മാറ്റി നിർത്തി വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിച്ചത് തന്നെ ഏറ്റവും വലിയൊരു മണ്ടത്തരമായിട്ടാണ് തോന്നുന്നത്. വാഷിംഗ്ടൺ സുന്ദറിന്റെ ഇമ്പാക്ട് കഴിഞ്ഞ മത്സരം എല്ലാവരും കണ്ടു. ബോളിംഗ് 2 ഓവർ എറിയിച്ചിട്ടുള്ളൂ, അതും ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാരുടെ ടീമിനെതിരെ റൈറ്റ് ഹാൻഡ് സ്പിൻ ബോളറിനെ കൊണ്ടുവന്ന് 2 ഓവർ എറിയിപ്പിക്കുക, ബാറ്റിങ്ങിൽ പ്രൊമോട്ട് ചെയ്ത് വിട്ടു, ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അതൊക്കെ ഇന്ത്യൻ ടീമിന്റെ തന്ത്രം തന്നെ ഇരിക്കട്ടെ. എന്തായാലും തോൽവി കൊണ്ട് കുറേ പേര് ഹാപ്പിയാണ്. അതായത് എസ്പെഷ്യലി ഇന്ത്യൻ ഫാൻസ് വരെ ഭയങ്കര ഹാപ്പിയാണ്. ഒന്നാമത് ഗംഭീറിനോടുള്ള വിരോധം, പിന്നെ രണ്ടാമത് കോഹ്ലി, രോഹിത് പോലത്തെ ഫാൻ ബേസ് ഉള്ള പ്ലെയേഴ്സ് ഇല്ലാത്തതുകൊണ്ട്, അവരുടെ ഒന്നും ഫേവറേറ്റ് പ്ലെയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തോൽക്കുമ്പോഴും വലിയ കാര്യമായിട്ടുള്ള വിഷമമൊന്നും ആർക്കും അങ്ങനെ വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തോൽവി കുറേ പേര് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇന്ത്യ ഭയങ്കര അഹങ്കാരമായിരുന്നു, ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഒരു പരിധി വരെ ശരിയാണ്. എന്തായാലും അടുത്ത മത്സരത്തിൽ റിങ്കു സിംഗ് ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ട്. അദ്ദേഹത്തിന് ഫാമിലി എമർജൻസി കാരണം നാട്ടിലേക്ക് മടങ്ങിയെന്നും അതുകൊണ്ട് തന്നെ റിങ്കു സിംഗ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ കളിക്കാനായിട്ടുള്ള സാധ്യത എന്തായാലും ഉണ്ട്. അപ്പോൾ എന്തായാലും സഞ്ജു കളിക്കുമല്ലോ എന്നൊക്കെ നമുക്ക് എന്തായാലും നാളെ പറയാൻ പറ്റുള്ളൂ. പകരം വേറെ ആരെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ സാധിക്കില്ല. എന്തായാലും ഇന്ത്യൻ ടോപ്പ് ഓർഡറിൻ്റെ ഫോമില്ലായ്മ, തിലക് വർമ്മയുടെ സ്ട്രൈക്ക് റേറ്റിൻ്റെ ഇഷ്യൂ, അഭിഷേക് ശർമ്മയുടെ ഫോമില്ലായ്മ, അങ്ങനെ സൂര്യകുമാർ യാദവിൻ്റെ ഇത്തരത്തിലുള്ള ബിഗ് മാച്ചസിലുള്ള ചോക്കിങ്, ഇതെല്ലാം ചർച്ചയായിട്ടുണ്ട്. ടൂർണമെൻറ്റ് മുമ്പുള്ള കോൺഫിഡൻസ് ഒന്നും ഇന്ത്യൻ ടീമിന് നിലവിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യ തോക്കുമോ എന്നാണ് ഇനിയിപ്പോൾ നോക്കാനുള്ളത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യ തോറ്റു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ പൂർണ്ണമായല്ലോ. കപ്പടിക്കാനായിട്ട് ടൂർണമെൻറ്റ് ഫേവറേറ്റ്സ് ആയിട്ട് വന്ന ടീം അങ്ങനെ സെമി പോലും കാണാതെ പുറത്താവുന്ന ദയനീയമായൊരു കാഴ്ച തരിക അത്. എന്തായാലും ഇന്ത്യയുടെ ഒരു വേഴ്സ്റ്റ് T20 ക്യാമ്പയിൻ റീസെൻ്റ്ലി വന്നത് നമ്മൾ ദുബായിൽ വെച്ച് നടന്ന ഒരു T20 ക്യാമ്പയിൻ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും അത്രത്തോളം മോശമായില്ല, അതിനേക്കാളും കുറച്ച് മെച്ചമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ത്യയുടെ അടുത്ത മത്സരം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാൻ സാധിക്കില്ല. എന്തായാലും അടുത്ത മത്സരം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നോക്കുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.